സിഫീൻ യുദ്ധത്തെക്കുറിച്ചാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവും നേർക്കുനേരെ യുദ്ധം ചെയ്ത ചരിത്രം. അഥവാ സ്വഹാബികൾ ഇരുചേരിയിൽ അണിനിരന്ന് അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പവും മുആവിയ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മുസ്ലിങ്ങൾ അണിനിരന്നുകൊണ്ട് ഒരുപാട് സ്വഹാബികളുടെ വഫാത്തിന് കാരണമായ സിഫീൻ യുദ്ധത്തെക്കുറിച്ചാണ്. തൽക്കാലം ആ യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത് മൂലം അത് കേൾവിക്കാർ തെറ്റായി മനസ്സിലാക്കുകയും അത് കാരണം സ്വഹാബികളെ തെറ്റിദ്ധരിക്കാനും ഇടയായി വരും. അതുകൊണ്ട് ഈ വിനീതനായി ഞാൻ പറയുകയാണ്, ആ ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു തആല നമുക്ക് നല്ലത് കേൾക്കാനും സത്യമായി ചരിത്രങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഭാഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ചാണ്. സിഫീൻ യുദ്ധം കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. താൻ ജീവനേക്കാളേറെ സ്നേഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ റൗള ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കാരണം തനിക്ക് മദീനയിൽ പോവാൻ കഴിയുന്നില്ല. പുണ്യ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാനാവുന്നില്ല. എന്തൊരവസ്ഥയാണിത്! തനിക്ക് താങ്ങും തണലുമായിരുന്ന പ്രിയപത്നി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് കാലമെത്രയായി? അവരും പുണ്യ മദീനയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒന്ന് സിയാറത്ത് ചെയ്യാൻ തനിക്കാവുന്നില്ല. എത്ര പരിതാപകരമായ അവസ്ഥയാണിത്! പ്രിയപ്പെട്ട മക്കൾ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടുപേരും വളരെ ക്ലേശങ്ങൾ സഹിച്ച് ജീവിക്കുകയാണ്. തന്നെ പോലെ അവരും അപകടങ്ങൾക്ക് മധ്യത്തിലാണ്. തന്റെ നാശം കൊതിക്കുന്നവർ അവരെയും അപായപ്പെടുത്താൻ നോക്കും. എല്ലാ അക്രമങ്ങളും മരണം എന്ന കവാടം കടക്കുന്നതുവരെ മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയാർക്കും ഒന്നും ചെയ്യാനാവില്ലല്ലോ. നെഹ്റുവാൻ യുദ്ധം, ഖവാരിജുകൾക്കെതിരെ നടന്ന ഉഗ്രമായ യുദ്ധം. നിരവധി ഖവാരിജുകൾ അതിൽ വധിക്കപ്പെടുകയുണ്ടായി. ആരാണ് ഖവാരിജുകൾ? അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിന് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുറത്തുപോയവരാണ്. ഖവാരിജുകളുടെ മനസ്സിൽ നിന്ന് ആ രംഗം മാഞ്ഞു പോയില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്തത്തിൽ കുളിച്ചു മരിച്ചു കിടക്കുന്ന രംഗം പ്രതികാരം ചെയ്യണം, ആ ചിന്ത അവരുടെ മനസ്സിൽ നീറിപ്പുകയുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ കുറ്റം ചെയ്ത 3 പേർ ഖവാരിജുകളുടെ വീക്ഷണത്തിൽ ആ 3 പേർ ആരൊക്കെയായിരുന്നു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നിവരാണ്. 3 പേരെയും വധിക്കണം. അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി അവർ ദൃഢപ്രതിജ്ഞയെടുത്തു. ഒരേ ദിവസം ഒരേ സമയം 3 പേരെയും വധിക്കുക, സ്വന്തം ജീവൻ നൽകി ശ്രമം വിജയിപ്പിക്കുക. 3 പേരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി. 1 അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, 2 ബറഖ് ഇബ്നു അബ്ദില്ല, 3 അംർ ഇബ്നു ബക്കർ. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജി അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കണം. ബറഖ് ഇബ്നു അബ്ദില്ല മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വധിക്കണം. അംർ ഇബ്നു ബക്കർ വധിക്കേണ്ടത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. 3 പേരും പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. തയ്യാറെടുപ്പുകൾ മാസങ്ങൾ തന്നെ ചിലവഴിച്ചു. മൂർച്ചയുള്ള വാൾ വാങ്ങി വിഷം പുരട്ടി രഹസ്യ നീക്കങ്ങൾ നടത്തി. ഹിജ്റ 40-ാം വർഷം റമളാൻ 17 അന്ന് 3 പേരും വധിക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം വിഷത്തിൽ ഊട്ടിയ വാളുമായി കൂഫയിലെത്തി. പരിസരമെല്ലാം നിരീക്ഷിച്ചു. രാത്രി തന്നെ ഇരുട്ടിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. ആളുകൾ 17-ാം നോമ്പിന്റെ അത്താഴം കഴിച്ചു. പലരും മസ്ജിദിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നിറങ്ങി മസ്ജിദിലേക്ക് നടന്നു വരികയാണ്. ഉറങ്ങിക്കിടന്നവരെ വിളിച്ചുണർത്തി. ഇത് ജുമുഅ ദിവസമാണ്, സുബഹിയുടെ സമയമായി. ഘാതകൻ കുറെ നേരമായി ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അതാ നടന്നു വരുന്നു. കാത്തിരുന്ന നിമിഷമെത്തി. ഘാതകൻ ഇരുട്ടിൽ നിന്ന് ഒറ്റ ചാട്ടം, ഒറ്റ വെട്ട്. തലയിൽ തന്നെയാണ് വാൾ പതിച്ചത്. വാൾ താഴ്ന്നിറങ്ങി രക്തം ചീറ്റി. മുടി ചുവപ്പ് വർണ്ണമായി. അവനെ പിടിക്കൂ, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ആളുകൾ കേട്ടു. അവർ മുമ്പോട്ട് കുതിച്ചു. ഘാതകനെ പിടികൂടി. അലി റളിയല്ലാഹു അൻഹു രക്തത്തിൽ കുളിച്ച് വീണ് കിടക്കുകയാണ്. നിസ്കാരം നിർവഹിക്കുക. ജഅദ് ഇബ്നു ഉബൈർ ഇബ്നു അബീ വഹബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ഇമാമത്ത് നിന്നു. നിസ്കാരത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ ഘാതകന്റെ കാര്യത്തിൽ ഖലീഫ തീരുമാനം പറഞ്ഞു.
ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ വധിച്ചതുപോലെ അവനെയും വധിക്കുക. ഞാൻ ജീവിക്കുകയാണെങ്കിൽ അവനെ എന്ത് ചെയ്യണമെന്ന് പിന്നീട് തീരുമാനിക്കാം. അവനോട് നല്ല രീതിയിൽ പെരുമാറണം. വധിക്കുകയാണെങ്കിൽ ശരീരം അലങ്കോലപ്പെടുത്തരുത്. കടിക്കുന്ന നായിയുടെ ശരീരം പോലും അലങ്കോലമാക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. ചുറ്റും കൂടിയവർ ഇങ്ങനെ ചോദിച്ചു, അങ്ങ് വഫാത്താവുകയാണെങ്കിൽ ഞങ്ങൾ ഹസനെ ഖലീഫയായി സ്വീകരിക്കട്ടെയോ? ഞങ്ങൾ ഹസന് ബൈഅത്ത് ചെയ്യട്ടെയോ? ഞാൻ അങ്ങനെ കൽപ്പിക്കുന്നില്ല, എന്നാൽ വിരോധിക്കുന്നുമില്ല എന്നായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ഇബ്നു മുൽജിൻ കാര്യങ്ങൾ വ്യക്തമാക്കി. 1000 ദിർഹം കൊടുത്താണ് മേത്തരം വാൾ വാങ്ങിയത്. ഒരു മാസക്കാലം വാൾ വിഷത്തിലൂട്ടി. അതിനും ചിലവായി 1000 ദിർഹം. സംഭവ ബഹുലമായ 4 വർഷവും 9 മാസവുമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. പ്രശ്ന സങ്കീർണമായ കാലത്താണ് ഭരണം ഏറ്റെടുത്തത്. പിന്നീട് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി തീരുകയാണുണ്ടായത്. വിശ്രമം, ശാന്തി, സമാധാനം ഇവയൊന്നും പിന്നീടുണ്ടായിട്ടില്ല. പുത്രന്മാരായ ഹസനും ഹുസൈനും തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർക്ക് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. വാക്കുകളും പ്രവർത്തികളും അള്ളാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം. ദുനിയാവിന്റെ പിന്നാലെ പോവരുതേ. ദുനിയാവിലെ സുഖങ്ങൾ തേടിപ്പോവരുതേ. സത്യം മാത്രം പറയുക. സത്യത്തിനു വേണ്ടി നിലകൊള്ളുക. അനാഥരോട് കരുണ കാണിക്കുക. മറ്റുള്ളവരെ സഹായിക്കണം. അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കണം. അക്രമിയുടെ എതിരാളിയായിരിക്കുക. ആക്രമിക്കപ്പെടുന്നവന്റെ സഹായിയാവുക. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. പരസ്പരം സഹകരണത്തോടെ പ്രവർത്തിക്കുക. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന് നൽകിയ പ്രത്യേക ഉപദേശം ഇപ്രകാരമായിരുന്നു: ജനങ്ങൾക്ക് മാപ്പു നൽകുക, കോപം അടക്കി വെക്കുക, കുടുംബ ബന്ധം പാലിക്കുക, വിവരമില്ലാത്തവരോട് പൊറുക്കുക. വെട്ടേറ്റ പകലും പിന്നെ രാത്രിയും കടന്നുപോയി. 2-ാം ദിവസം പുലർന്നു. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിറന്നു വീണ മക്ക, കർമ്മരംഗമായിരുന്ന മദീന, അവയെല്ലാം എത്രയോ അകലെയാണ്. വിദൂരമായ കൂഫയിലാണ് തന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 2-ാം പകൽ കടന്നുപോയി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസം വലിച്ചു. ജ്വലിച്ചു നിന്ന ജീവിതം അവസാനിച്ചു. ഇനി ആത്മീയ ലോകത്ത് ജ്വലിച്ചു നിൽക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹസൻ, ഹുസൈൻ, സഹോദരപുത്രൻ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹും എന്നിവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. എവിടെ ഖബറടക്കും? എവിടെ ഖബറടക്കിയാലും ഖവാരിജുകൾ മാന്തിയെടുക്കുമെന്ന ഭയമുണ്ട്. അത്രയ്ക്ക് നിഷ്ഠൂരമായിട്ടാണ് ഖവാരിജുകൾ. കൂഫയിലെ വീട്ടിനകത്ത് തന്നെ ഖബറടക്കപ്പെട്ടു. ഖബറടക്കൽ സംബന്ധമായി വേറെയും അഭിപ്രായമുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. വഫാത്താവുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് 63 വയസ്സായിരുന്നു. അബൂബക്കർ തങ്ങള്, ഉമർ തങ്ങള് അവർ വഫാത്താവുമ്പോഴും 63-ാം വയസ്സിലാണ് അവർ വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തും 63-ാം വയസ്സിൽ തന്നെയായിരുന്നു. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായത് അല്ലെങ്കിൽ വധിക്കപ്പെട്ടത് 82-ാം വയസ്സിലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അവർക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹായിൽ 3 പുത്രന്മാരും 2 പുത്രിമാരും ജനിച്ചു. ഹസൻ, ഹുസൈൻ, മുഹസിൻ. 3-ാമത്തെ പുത്രൻ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. കർബല രണാങ്കണത്തിലാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത്. പുത്രിമാർ സൈനബും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ എന്നിവരായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ചില വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിൽ ജനിച്ച പുത്രിമാരും പ്രസിദ്ധരായി തീർന്നു. ഇവരിൽ മിക്കവരും കർബല യുദ്ധത്തിൽ ഷഹീദായി. അങ്ങനെ അവരുടെ പേരുകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ചരിത്രത്തിൽ രേഖപ്പെട്ടുപോയി. ചില പുത്രന്മാരുടെ പേരുകൾ ഇപ്രകാരമാണ്: അബ്ബാസ്, ജഅഫർ, അബ്ദുള്ള, ഉസ്മാൻ. ഇവർ 4 പേരും കർബല യുദ്ധത്തിൽ ഷഹീദാവുകയാണ് ഉണ്ടായത്. ഉബൈദുള്ള, അബൂബക്കർ ഇവരും കർബയിൽ രക്തസാക്ഷികളായി തീർന്നുവെന്ന് ചില രേഖകളിൽ കാണാം. യഹ്യ, മുഹമ്മദ് അസ്അർ, ഉമർ, മുഹമ്മദുൽ ഔസത്ത്, മുഹമ്മദുൽ അക്ബർ എന്നീ പുത്രന്മാരും വളരെ പ്രസിദ്ധരായി തീർന്നു. മുഹമ്മദുൽ അക്ബർ എന്ന പുത്രൻ ഇബ്നു ഹനഫിയ എന്ന പേരിൽ പ്രസിദ്ധനായി. ആ കാലഘട്ടത്തിലെ വലിയ ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹം. അഗാധമായ പാണ്ഡിത്യവും ഇബാദത്തുകളും അദ്ദേഹത്തെ ആദരണീയനാക്കി തീർത്തു. അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവും മിനാർ ഇബ്നു ലംറയും തമ്മിൽ നടന്ന സംഭാഷണം പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. മുആവിയ എന്നവർ ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹു എങ്ങനെയുള്ള ആളായിരുന്നു? അത് പറയാൻ എന്നെ നിർബന്ധിക്കരുത്. മിറാർ ഒഴിഞ്ഞുമാറാൻ നോക്കി.
മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടില്ല, നിർബന്ധം തുടർന്നു. വരുന്നത് വരട്ടെ എന്ന മട്ടിൽ മിറാർ സംസാരിക്കാൻ തുടങ്ങി. അലി നല്ല ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു, വമ്പിച്ച ശക്തിയുള്ള ആളുമായിരുന്നു. ശുദ്ധമായ ഭാഷയിൽ ആകർഷകമായി സംസാരിച്ചു. സത്യവും നീതിയും മുറുകെ പിടിച്ചു ജീവിച്ചു. ഭൗതിക സുഖങ്ങൾ ത്യജിച്ചു. പരിത്യാഗത്തിൽ മുമ്പിലായിരുന്നു. അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമ, മികച്ച വാഗ്മി, സാഹിത്യകാരൻ, കവി. രാത്രിയിൽ ഇബാദത്തെടുക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും എന്നും ഒപ്പമുണ്ടായിരുന്നു. പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു, രുചി കുറഞ്ഞ ഭക്ഷണം കഴിച്ചു. എന്ത് സംശയം ചോദിച്ചാലും മറുപടി കിട്ടും. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു. അഗതികളെ സഹായിച്ചു, ദുർബലരെ പ്രത്യേകം പരിഗണിച്ചു. അല്ലാഹുവാണേ സാക്ഷി, ചില രാത്രികളിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആരാധനകളിൽ മുഴുകിയ അവസ്ഥയിൽ ശരീരം വിറയ്ക്കും, തൊണ്ടയിടറും. ആ കരച്ചിലിന്റെ ശബ്ദം എന്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നത് പോലെ തോന്നുന്നു. ഇരുട്ടുള്ള പാതിരാത്രികളിൽ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിപ്രകാരമായിരുന്നു: ദുനിയാവേ, എന്നെ വിട്ടു പോവുക. നിന്റെ വഞ്ചനയിൽ ഞാൻ വീഴില്ല. എന്നിൽ നിന്ന് നീ യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ദുനിയാവേ, നിനക്ക് പ്രായം കുറവാണ്. നീ നൽകുന്ന സുഖങ്ങൾക്ക് ആയുസ് കുറവാണ്. നീ എന്നെ ചതിക്കാൻ നോക്കണ്ട. ഭൗതിക സുഖങ്ങൾക്കും ആഡംബരങ്ങൾക്കും പിന്നിൽ നിന്റെ വഞ്ചനയുണ്ട്. ആ സുഖങ്ങൾ തേടിപ്പോയവർ വലിയ അപകടത്തിൽപ്പെട്ടു. മുആവിയ റളിയല്ലാഹു അൻഹു ഇതെല്ലാം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. താടി രോമങ്ങൾ നനഞ്ഞു. താടിയിലൂടെ ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ ഉടുപ്പിൽ വീണ് നനഞ്ഞു. തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു: അല്ലാഹു തആല അബുൽ ഹസനെ അനുഗ്രഹിക്കട്ടെ. താങ്കൾ പറഞ്ഞതത്ര വാസ്തവം. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ നിനക്കുള്ള ദുഃഖം എത്രത്തോളമുണ്ടെന്ന് പറയൂ. തൊണ്ടയിടറിക്കൊണ്ടായിരുന്നു മറുപടി: എന്റെ ദുഃഖം ഒരു പിതാവിന്റെ ദുഃഖം പോലെയാണ്. തന്റെ മടിത്തട്ടിൽ കിടക്കുന്ന പുത്രനെ ശത്രു വധിച്ചാൽ ആ പിതാവിന് എത്ര ദുഃഖമുണ്ടാവുമോ അത്രയാണ് എന്റെ ദുഃഖം. മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. തന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ബോധവാനായി. നിയമവാഴ്ച ഉറപ്പാക്കണം, അതാണ് ഒന്നാമതായി വേണ്ടത്. വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ മുളയിൽ തന്നെ നുള്ളിക്കളയണം. അരാജകത്വം അവസാനിപ്പിക്കണം. നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണം. ഇസ്ലാമത പ്രചാരണം വ്യാപിക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കളുമായുള്ള യുദ്ധം തുടരണം. നാവികപട ശക്തിപ്പെടുത്തണം. കടൽ യുദ്ധം അനിവാര്യമായി വരും. മികച്ച ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടെ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രങ്ങൾ പല ഭാഗത്തും സ്ഥാപിക്കപ്പെട്ടു. നിരവധി പണ്ഡിതന്മാർ വളർന്നു വന്നു. അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു. ഇസ്ലാമിക വിജ്ഞാനം വിവിധ ശാഖകളായി വികസിച്ചു. ഓരോ വൈജ്ഞാനിക ശാഖയിലും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. ഇസ്ലാമിക രാജ്യങ്ങളുടെ വിസ്തൃതി വളരെ വർദ്ധിച്ചു. തപാൽ സമ്പ്രദായം വളർന്നു. ആശുപത്രികൾ ഉണ്ടായി. വിദ്യാലയങ്ങൾ വർദ്ധിച്ചു. ലൈബ്രറികൾ ഉണ്ടായി. ദമസ്കസ് ലോകത്തിലെ ഏറ്റവും മികച്ച വൈജ്ഞാനിക കേന്ദ്രമായി വളർന്നു. ലോക സഞ്ചാരികളും ചരിത്രകാരന്മാരും തൊഴിൽ വിദഗ്ധരും അങ്ങോട്ടൊഴുകി വന്നു. ഇസ്ലാം അതിന്റെ യാത്ര തുടരുകയാണ്. ആത്മീയതയുടെ ലോകം വളർന്നു വലുതായിരുന്നു. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, മഹറൂഫുൽ ഖർഹി റഹ്മത്തുള്ളാഹി അലൈഹി, സരിയുസ് സുഖത്തി റഹ്മത്തുള്ളാഹി അലൈഹി, ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കർ ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ ആദ്യകാല സൂഫികളിലൂടെ വന്ന ആത്മീയതയുടെ കൈവഴികൾ. ആ വഴികളിൽ എന്നും അലി റളിയല്ലാഹു അൻഹുവിന്റെ അദൃശ്യ സാന്നിധ്യമുണ്ട്. ശാഖോപശാഖകളായി ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അഹ്ലുബൈത്തിന്റെ ഓരോ ഖണ്ഡിയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ദമ്പതികളുടെ പുണ്യ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യമായ ആ ഓർമ്മയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിന് വിരാമം നൽകട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായും. അവർ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിച്ച് അവരോടൊപ്പം സ്വർഗീയാരാമങ്ങളിൽ എത്തിച്ചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.